ഇറാനെതിരായ യുദ്ധം വിജയിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാനെതിരായ യുദ്ധം 4 ആഴ്ച പിന്നിട്ട ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരായ യുദ്ധം വിജയിച്ചെന്ന അവകാശവാദവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇറാനെതിരായ ദൌത്യം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. യുദ്ധം 4 ആഴ്ച പിന്നിട്ട പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. വരും ആഴ്ചകളിൽ ഇറാനെതിരെ സൈനിക നടപടി ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ തോത് അഭൂതപൂർവ്വമാണെന്നും US പ്രസിഡന്റ് പറഞ്ഞു. തന്ത്രപരമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. ലക്ഷ്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോകുന്നുവെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ നീക്കങ്ങളിൽ സഹകരിക്കാത്ത രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് എണ്ണ കണ്ടെത്തണമെന്നാണ് ട്രംപ് പരിഹസിച്ചത്. കടലിടുക്ക് തിരിച്ചുപിടിക്കാൻ ബ്രിട്ടനോടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരുന്നു ട്രംപിന്റെ വാർത്താസമ്മേളനം. ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി കുറഞ്ഞു. അവരുടെ നാവികസേനയെ തകർത്തു. വ്യോമസേന നാശത്തിലാണ്. ഇറാന്റെ നേതൃത്വം ഒന്നടങ്കം ഇല്ലാതായെന്നും കൂട്ടിച്ചേർത്തു. വരും ആഴ്ചകളിൽ ഇറാനെതിരെ സൈനിക നടപടി ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. സമീപ ആഴ്ചകളിൽ ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ തോത് അഭൂതപൂർവ്വമാണെന്നും US പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വഴികൾ തുറക്കാൻ UK ഒരുങ്ങുന്നു. സമുദ്ര സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനും പ്രധാന എണ്ണ ഗതാഗത പാതയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനുമായി 35 രാജ്യങ്ങൾ പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. സമുദ്രയാത്ര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെയും നാവികരെയും കടത്തിവിടുന്നതിനും ആവശ്യമായ എല്ലാ നയതന്ത്ര നടപടികളും ഒരുക്കും. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത രാജ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയതിനു പിന്നാലെയാണ് UKയുടെ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.